മെൻസ് തുടങ്ങാതിരിക്കാം. സ്കാൻഡി അല്ലെങ്കിൽ പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഒന്നുകില് ബ്ലീഡിങ് വളരെ കുറയുക അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുക, ഇറഗുലർ ആവുക, അബ്നോർമൽ ഹെയർ, മുഖത്ത് കൈകളിലൊക്കെ രോമ വളർച്ച, മുഖക്കുരു, അതിനു പുറമെ കഴുത്തിലുണ്ടാകുന്ന ബ്ലാക്ക് ഡിസ്കളറേഷൻ, അതിനു പുറമെ അമിതമായിട്ടുള്ള വണ്ണം. അപ്പൊ നിങ്ങളുടെ വണ്ണം കൂടുതലാണോ ഇല്ലെന്ന് അറിയാൻ രണ്ട് ഫോർമുലകളാണുള്ളത്. ഒന്ന് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ -100, അതായിരിക്കണം വെയിറ്റ്, ഐഡിയൽ വെയിറ്റ്. കുറെ കൂടി കൃത്യമായിട്ടുള്ള മറ്റൊരു ഫോർമുല ഉണ്ട്, അതിന് നമ്മൾ BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പൊ എല്ലാ കുട്ടികളും നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് അറിഞ്ഞു വെക്കണം. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. എന്റെ തൂക്കം എന്ന് പറയുന്നത് 70 ആണെങ്കിൽ 70ന് എന്റെ പൊക്കം 1.7 മീറ്റർ ആണ്. 1.7 × 1.7 3.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ഇൻ കിലോ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അതാണ് BMI. ആ BMI 23-നടുത്തായിരിക്കണം. 23-നടുത്ത്. അപ്പൊ എല്ലാ കുട്ടികളും വർഷത്തിൽ ഒരു തവണ BMI നോക്കുകയും അത് 23-ൽ നിലനിർത്തുകയും വേണം. പിന്നെ അംബിലിക്കൽ ഡയമീറ്റർ ഒരിക്കലും ഹിപ്പ് ഡയമീറ്ററിനേക്കാൾ, നമ്മുടെ അരക്കെട്ടിന്റെ ചുറ്റളവ് പൊക്കിളിന്റെ ഭാഗത്തെ ചുറ്റളവിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PCOD-ൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തില് കുട്ടികളെ കാണുന്ന ഒരു പ്രധാന സംഗതിയാണ് ഫാറ്റി ലിവർ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില് ഒരുപാട് യുവാക്കളെ അല്ലെ പ്രായമായ ആളുകളിലെ കരളിലെ ക്യാൻസർ, കരളിലെ സിറോസിസ് വരും. സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലെ പണ്ടേ ഉണ്ടായിരുന്നു. അത് മിക്കപ്പോഴും കാണുന്നത് മദ്യപാനം ശീലമാക്കിയ പുരുഷന്മാരിലായിരുന്നു സിറോസിസ് ലിവർ. പക്ഷെ അടുത്ത കുറെ വർഷങ്ങളായിട്ട് മദ്യപാനം ശീലമാക്കാത്ത ആളുകളിലും നിങ്ങളെപ്പോലെയുള്ള കുട്ടികളിലും ഒക്കെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു വിശേഷം കണ്ടുപിടുന്നു. ഈ ഫാറ്റി ലിവർ നമ്മളെ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്ന പരിശോധന ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത്. മുകളിൽ കാണുന്നത് നമ്മള് നോർമലായിട്ടുള്ള കരൾ, താഴെ കാണുന്നത് ഫാറ്റി ലിവർ. അങ്ങനെയുള്ള ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാല് അത് പിന്നീട് സിറോസിസ് ആയിട്ട് മാറും. അതിന്റെ ആരംഭമാണ്. അപ്പൊ ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനും കാരണം നിങ്ങളുടെ ആഹാരശീലത്തിൽ വന്ന വ്യതിയാനമാണ്. നിങ്ങളുടെ മുൻപുള്ള തലമുറയും നിങ്ങളുമായിട്ട് ആഹാരശീലത്തിൽ വന്ന വ്യതിയാനങ്ങള്, അതുപോലെ വ്യായാമക്കുറവ്. കുട്ടികൾ പഴയ കാലത്തെ പോലെ നടക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ സ്കൂളിലൊക്കെ 5 കിലോമീറ്റർ, അങ്ങോട്ടും 5 കിലോമീറ്റർ, ഇങ്ങോട്ടും 5 കിലോമീറ്റർ, അങ്ങനെയൊക്കെ നടന്നു പഠിച്ച ആൾക്കാർ. ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ നടക്കില്ല, വ്യായാമമില്ല. അതുപോലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ പ്രായത്തില് നിങ്ങൾ വെയിൽ കൊണ്ടേ മതിയാവും. നിങ്ങളുടെ അമ്മമാര് അല്ലെ മാതാപിതാക്കളൊക്കെ മോളെ വെയിൽ കൊള്ളല്ലെന്ന് പറയും. കാരണം വിവാഹ മാർക്കറ്റില് നിങ്ങളുടെ മൂല്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് വെയിൽ കൊള്ളല്ലെന്ന് പറയും. പക്ഷെ അമ്മമാർ അത് ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണ്. ഇപ്പൊ 30-40 വയസ്സുള്ള സ്ത്രീകളിൽ നല്ല പങ്കിനും ഓസ്റ്റിയോപോറോസിസ് ആണ്. അസ്ഥി എന്താ പറയുന്നത്, അസ്ഥി ശോഷണം, ഓസ്റ്റിയോപോറോസിസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു 30-40 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾക്കൊക്കെ അസ്ഥി ശോഷണം വരും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ കൗമാര പ്രായത്തിലെ വെയില് കൊള്ളണം. നമ്മൾക്ക് സസ്യങ്ങൾക്ക് ഒരുപാട് ശക്തികള്, ഒരുപാട് പ്രയോജനങ്ങൾ സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പൊ സസ്യങ്ങളാണ് നമുക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്ത് തരുന്നത്, അറിയാമല്ലോ. കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് സസ്യങ്ങളാണ്. ആ സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം വലിച്ചെടുക്കാം. മനുഷ്യന് സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു സംഗതി മാത്രം മനുഷ്യർക്ക് സൂര്യനിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടുന്ന ആ സംഗതിയാണ് വൈറ്റമിൻ D. അപ്പൊ നമ്മുടെ എല്ലിനും പല്ലിനും ദൃഢത